ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഏട്ടൻ്റെ കോളേജിൽ പഠിക്കുന്ന കുട്ടിയുടെ ബർത്ത്ഡേ അരങ്ങേറ്റമാണ്. അപ്പോൾ അതിന് അരങ്ങേറ്റ തലേദിവസം നമുക്ക് എന്താ പറയുക, സൗണ്ട് ചെക്കും അതേപോലെ സ്റ്റേജ് റിഹേഴ്സലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ കോളേജ് NUSലാണ് നമുക്ക് നടക്കുന്നത്, അവിടുത്തെ തിയേറ്ററിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണ യാത്രയും പിന്നെ അവിടെ ചിലവഴിച്ച സമയങ്ങളും പിന്നെ ഗ്രീൻ റൂമും കാര്യങ്ങളൊക്കെയാണ് 2 ദിവസത്തെ. അതായത് ആദ്യത്തെ ദിവസത്തെ കുറച്ചേ ഉള്ളൂ, അത് കഴിഞ്ഞ് പിന്നത്തെ രണ്ടാമത്തെ ദിവസത്തെ എന്താ പറയുക അരങ്ങേറ്റം ഉണ്ടായ ദിവസം അന്ന് ഫുൾ ഡേ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ, എന്നിട്ട് പറയാം. അപ്പോൾ ഞങ്ങൾ ഗ്രീൻ റൂമിലെത്തി കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് അറിയാലോ, ഞങ്ങളുടെ കുഞ്ഞനും പിന്നെ എൻ്റെ മോളും അപ്പോൾ രാകേഷിൻ്റെ വൈഫും ഞാനും മാത്രമേ ഇപ്പോൾ ഈ റൂമിലുള്ളൂ, ഗ്രീൻ റൂമിലുള്ളൂ. ഞങ്ങളിവിടെ എന്താ പറയുക പിള്ളേർ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ റിഹേഴ്സലിൻ്റെ ആ ടൈമിൽ സ്റ്റേജ് നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കണം കേട്ടോ. അപ്പോൾ ഈ സൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കണം. അപ്പോൾ ഞങ്ങളവിടെ കളിച്ചുകൊണ്ടിരിക്കുക, പിള്ളേർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ പിള്ളേരുടെ കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ. പിന്നെ ഫുഡിൻ്റെ സമയം ഇപ്പോൾ ഫുഡ് വന്നു. അപ്പോൾ ഫുഡ് ഇതൊക്കെയാണ്, രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ വെണ്ടയ്ക്കും പച്ചമുളക് ഇങ്ങനെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഏട്ടൻ റെഡി ആവാൻ തുടങ്ങി. അതായത് ഇന്ന് ജുബ്ബയൊന്നും വേണ്ട, ഇന്ന് സാധാരണ ഡ്രസ്സിൽ തന്നെ സ്റ്റേജ് റിഹേഴ്സൽ ഇട്ടാം. അപ്പോൾ ഏട്ടൻ ചുമ്മാ ഒന്ന് റെഡിയാണ്. നേരത്തെ ഞാനൊരു വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞു പിന്നെ അന്നത്തെ ദിവസത്തെ വീഡിയോ അത്രയ്ക്ക് എടുത്തുള്ളൂ കേട്ടോ. പിന്നെ പ്രോഗ്രാമൊന്നും ഞാൻ കാണിച്ചില്ല. പിന്നെ പിറ്റേ ദിവസത്തെയാണ് നമ്മൾ. പിറ്റേ ദിവസം ഇതേപോലെ ഉച്ചയ്ക്ക് വന്നു. അതിന് ശേഷം എല്ലാവരും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക ഗ്രീൻ റൂമിൽ. മ്യൂസീഷ്യൻസ് എല്ലാവരും ഉണ്ട്. സൈത്തേട്ടനുണ്ട്, രാകേഷുണ്ട്, തൽസ ടീച്ചറുണ്ട്, ഏട്ടനുണ്ട്, പിന്നെ ഗാന സാറുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് പേര് അപ്പുറത്ത് വേറെ റൂമിലാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഏട്ടൻ്റെ വീഡിയോ ഇതിലാണ് കേട്ടോ. നമുക്ക് കുറേ നല്ല സമയങ്ങളുണ്ടായിട്ടോ, പക്ഷെ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതായത് നമ്മൾ ആ ഒരു ഹാപ്പിനെസ്സിലായിപ്പോയി. കാരണം എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി വട്ടം ഇരുന്ന് ചെറിയ ചെറിയ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഭയങ്കര രസമായിരുന്നു. അതിനിടയിൽ കുഞ്ഞൻ്റെ കുറേ കളി തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഞങ്ങൾ അതൊക്കെ മറന്നുപോയി, വീഡിയോ എടുക്കാൻ മറന്നുപോയി. രസമായിരുന്നു അതൊക്കെ. അപ്പം അങ്ങനെ ഒരു 2 ദിവസം നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ചോദിക്കട്ടെ, ഇപ്പൊ ചന്ദനത്തിന്റെ അറിയില്ലേ ഭയങ്കരല്ലേ? അയ്യോ മുണ്ടെടുക്കാണ്ട് പോയാൽ പാൻറ് ഇതല്ലേ ചേട്ടാ. സോഞ്ഞ തല കറങ്ങിയ നീ പിടിച്ചോ. ഒന്നുകൂടി വേണ്ട. മറ്റേ റീൽസ് ഉണ്ടായിരുന്നു നമ്മള്. മതി 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 മതി. സൂപ്പറായി.
അപ്പോൾ ഒരുക്കെല്ലാം കഴിഞ്ഞു നമ്മളെല്ലാവരും ഗ്രീൻ റൂമിൽ നിന്ന് സ്റ്റേജിലോട്ട് പോവാണ് കേട്ടോ. അവിടെ ഇപ്പോൾ പൂജ നടക്കാൻ പോവുകയാണ്. അപ്പോൾ പൂജയ്ക്ക് നമ്മളെല്ലാവരും വേണം. അപ്പോൾ ഒരു നല്ലൊരു സമയമായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ആയിരുന്നു, നല്ലൊരു സന്തോഷവും അതേപോലെ തന്നെ എല്ലാം കൊണ്ടും രസമായിരുന്നു. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു, ദക്ഷിണൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സമയം, നല്ലൊരു ദിവസം. ആളുണ്ട് ഞങ്ങളെ നോക്കാൻ. കേക്ക് വാങ്ങിത്തരാം. കടിക്കുമ്പോൾ Спасибо. Спасибо.
ഹലോ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീടിനൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ പോകാനായിട്ട്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത് എന്താ പറയുക, നമുക്കല്ല ഇവിടെ അല്ല അങ്ങനെ ഞങ്ങൾ ഇടാനായിട്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു എന്താ പറയുക ഗ്രീൻ റൂമും കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ, നല്ല ഹാപ്പിയൊരു ദിവസമായിരുന്നു. അപ്പോൾ നല്ലൊരു അരങ്ങേറ്റമൊക്കെ കണ്ടു, സന്തോഷമായി. അപ്പോൾ വീട്ടിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.